ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ഇങ്ങനെ ഒന്നിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. എനിക്ക് ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഓർഡർ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നത് എൽസി ആൻറ്റി ആയിരിക്കും. ആൻറ്റിയെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പാട്ട് പാടുവാനായിട്ട്. മോളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മെസ്സേജ് തരുന്നത് ഡാർലി ആൻറ്റിയാണ്. ഒത്തിരി നാളായി ഡാർലി ആൻറ്റിയുടെ മെസ്സേജ് കേട്ടിട്ട്. ഇന്ന് നമുക്ക് ആൻറ്റിയെ ലഭിച്ചിട്ടുണ്ട്. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആൻറ്റിയെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ആലോചന ആൻറ്റിയിൽ കൂടെ നമുക്ക് ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതിനുശേഷം നമുക്ക് 20 മിനിറ്റ് 7:25 വരെ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. നമുക്കറിയാം, ഈ നാളുകളിൽ നമ്മുടെ മധ്യത്തിലൊക്കെ അനേകര് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർന്നു ദുഃഖത്തിലിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അതുപോലെ പല പ്രയാസങ്ങളിൽ കൂടെ പോകുന്ന അനേകരുണ്ട്. നമ്മുടെ ദേശത്തെ ഓർത്ത്, രാജ്യത്തെ ഓർത്ത് ഒക്കെ പ്രാർത്ഥിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. വിഷയങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് 7:25 കൂടി മെയിൻ റൂമിലേക്ക് വന്ന് ലിസി സാജു സിസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ഓപ്പണിംഗ് പ്രയർ എൽസി ആൻറ്റി ഇപ്പൊ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ ഇതാ കൂടി വന്നിരിക്കുന്നു. സ്വർഗാദി സ്വർഗത്തിന് അധിപനാണ്. തലമുറ തലമുറയായ ഞങ്ങളുടെ സങ്കേതമാണ്. അനാദിയായ ശാശ്വതമായ ഞങ്ങളുടെ ദൈവമാണ്. ഇത്ര വലിയവനായ പിതാവിന്റെ പാദത്തിൽ മുട്ടുത്തുവാൻ തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഏതുമില്ലാത്തവരാണ്. ഞങ്ങൾ പാപച്ചേറ്റിൽ കിടന്ന് ഞങ്ങളെ കോരിയെടുത്ത് തന്റെ പുത്രന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് മക്കളാക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരം തന്ന് ഞങ്ങളെ പുലർത്തുന്ന കർത്താവിനായിട്ട് സ്തോത്രം. അവിടുത്തെ പാദത്തിൽ വരുമ്പോൾ ലഭിക്കുന്ന സമാധാനം, സന്തോഷം ഒന്ന് വേറെയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞേച്ചു പോയ കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുപ്പാൻ വേണ്ടി കാൽവറി ക്രൂശിൽ സ്വയയാഗമായി അർപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, വന്ദിക്കുന്നു, ആരാധിക്കുന്നു. മനോഹരമായ ദിവസത്തിനായിട്ട് സ്തോത്രം. നിന്റെ സന്നിധിയിൽ കൂടി വരുന്ന ഞങ്ങൾക്ക് എത്ര സന്തോഷമാണ്. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ടല്ലോ. അതോർത്ത് ഞങ്ങൾ നിന്നെ പാടി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒന്നാകുവാൻ നീ സഹായിക്കണം. എലീഡി എന്ന സഹോദരിക്ക് ആവശ്യമായ കൃപ നൽകണം. പാടുന്ന കുഞ്ഞിന് നല്ല പാട്ടുകൾ പാടി സന്തോഷിക്കുവാനും സന്തോഷിപ്പിക്കുവാനും സഹായിക്കണം. അതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാൻ തന്ന ഡാളി സഹോദരിയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പല താലന്തുകളാൽ നിറഞ്ഞ ഒരു സഹോദരിയാണ്. ഞങ്ങൾക്കെല്ലാം ഒരു മാതൃകയാണ്. പല വിധത്തിൽ ഞങ്ങൾക്ക് ഉപകാരമാണ്. ആ സഹോദരിയിൽ കൂടെ നീ ഞങ്ങളോട് സംസാരിപ്പാനിരിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ തട്ടുവാൻ തക്കവണ്ണം വീണ് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം യോഗ്യരാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന പഠനം, വചന ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ഗ്രൂപ്പായി തിരിഞ്ഞ് പ്രാർത്ഥിപ്പാൻ അനേക വിഷയങ്ങൾ തൃപ്പാദത്തിൽ സമർപ്പിക്കുമ്പോൾ അത് കേൾപ്പാൻ തക്കവണ്ണം വെറും ചടങ്ങായിട്ടല്ല കർത്താവെ, ഞങ്ങളുടെ ഹൃദയംഗമായിട്ട് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ, സ്തുതി, സ്തോത്രങ്ങളെല്ലാം നിന്റെ നാമം മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണം. ഇതുവരെ സഹായിച്ച കർത്താവിനായിട്ട് സ്തോത്രം. ടെക്നോളജിക്കായി സ്തോത്രം. കർത്താവ് മറ്റു തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ കർത്താവ് കാലാവസ്ഥാ സ്ഥലങ്ങളിൽ വളരെ പ്രതികൂലമാണെന്ന് കേൾക്കുന്നു. എന്നാലും അതിൻ്റെ ഒക്കെ മധ്യേ യാതൊരു കുറവുമില്ലാതെ നിന്റെ സന്നിധിയിലിരുന്ന് അല്പസമയം നിന്റെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. വന്നു ചേരാൻ സാധിക്കാത്തവരുണ്ട്, അവരെ അവരവരുടെ ഭവനങ്ങളിൽ അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ സഹായിക്കണം. തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തൃപ്പാത്തിൽ ഞങ്ങൾ തുറന്നു വെക്കുന്നു. എളിയവളുടെ ഏതെങ്കിലും വിധത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരിക്കത്തക്കവണ്ണം കുറ്റമുണ്ടെങ്കിൽ ക്ഷമിച്ച് ശുദ്ധീകരിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥന കേട്ടുള്ള സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.
താങ്ക് യു എൽസി ആൻറ്റി. ദൈവം തുടർന്നും ബലപ്പെടുത്തട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമുക്ക് പാട്ടോടെ സ്തുതിയോടെ ദൈവത്തിന്റെ സന്നിലായിരിക്കാം. ഇന്ന് നമുക്ക് പാട്ട് പാടാനായിട്ട് ലഭിച്ചിരിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന റെജി ബ്രദറിന്റെയും അതുപോലെ നമ്മുടെ സഹോദരി ബേബി റെജിയുടെയും മകൾ ആലിയാണ് നമുക്ക് പാട്ട് പാടുന്നത്. പൈതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പാട്ട് പാടാനായിട്ട് ഇപ്പൊ ക്ഷണിച്ചോളൂ. ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ വിളങ്ങിടം നിനക്കായി നാളുകൾ തീരും വരെ. ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ വിളങ്ങിടം നിനക്കായി നാളുകൾ തീരും വരെ. എൻ കുറവുകൾ ഓർക്കാതെ, എൻ വീഴ്ചകൾ കണക്കിടാതെ, നിൻ കൃപകൾ ചൊരിഞ്ഞെന്നെ നിൻ പാതി നടത്തിടണേ. നിൻ കൃപകൾ ചൊരിഞ്ഞെന്നെ നിൻ പാതി നടത്തിടണേ. ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ വിളങ്ങിടം നിനക്കായി നാളുകൾ തീരും വരെ. പലവിധമാം ശോധനയിൽ വലയിൽ ഞാൻ വീണിടുമ്പോൾ വലഞ്ഞിടാതെ നിന്നിടുവാൻ ബലമെനിക്കേകിടണേ. വലഞ്ഞിടാതെ നിന്നിടുവാൻ ബലമെനിക്കേകിടണേ. ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ വിളങ്ങിടം നിനക്കായി നാളുകൾ തീരും വരെ. എൻ താലന്തുകൾ അഖിലം, എൻ മാനവും ധനവുമെല്ലാം, എൻ ജീവിതം സമ്പൂർണമായി നിൻ മുൻപിൽ സമർപ്പിക്കുന്നേ. എൻ ജീവിതം സമ്പൂർണമായി നിൻ മുൻപിൽ സമർപ്പിക്കുന്നേ. ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ വിളങ്ങിടം നിനക്കായി നാളുകൾ തീരും വരെ. താങ്ക് യു. ഒരു പാട്ടുകൂടെ. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും മടങ്ങിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടും.
കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും, നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. താങ്ക് യു മോളെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 പാട്ടുകൾ പാടുവാൻ കർത്താവ് ബലപ്പെടുത്തി. ആദ്യത്തെ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. രണ്ടാമത്തെ പാട്ട് വഴിയൊരുക്കുന്നവൻ, ആഴികളിലെ മധ്യത്തിൽ വഴിയൊരുക്കുന്ന ഒരു കർത്താവ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസനായ ഒരു കർത്താവ് നമ്മോട് കൂടെയാണ്. പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത് അല്ലേ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാം മറുപടി തരാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവിനോട് നമ്മുടെ അപേക്ഷകളെല്ലാം നമുക്ക് അർപ്പിക്കാം. മോളെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? 7th. 7th. കർത്താവ് ഇനിയും ധാരാളം പാടുവാനൊക്കെയുള്ള കൃപ നൽകി തന്ന മാതാപിതാക്കൾക്ക് ആ ഒരു മോളേ ഉള്ളൂ. ആ മോളൊരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് വചന ധ്യാനത്തിനുള്ള സമയമാണ്. ഡാർലിയാൻഡിയാണ് ഇന്ന് നമുക്ക് വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഒത്തിരി നാളായി ഡാർലിയാൻഡിൽ നിന്നും വചനം കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം പ്രിയദാസിയിൽ കൂടി ആവശ്യമാകുന്ന ആലോചന ഇന്ന് നമ്മളോട് പറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ആൻറ്റി അതിനു വേണ്ടി ക്ഷണിച്ചോളൂ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ആന്റിമാർക്കും സഹോദരിമാർക്കും യുവ സഹോദരിമാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ 202ാമത്തെ പ്രെയർ മീറ്റിംഗ് ആണ് ഇന്ന്. കഴിഞ്ഞ 201 പ്രെയർ മീറ്റിംഗും ദൈവം അനുകൂലമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. നമുക്ക് അനേക വിഷയങ്ങൾ പഠിക്കുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നമുക്ക് ലഭിച്ചു. അതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ വളരെ ഭയത്തോടെയാണ് ഇരിക്കുന്നത് വചനത്തിന്റെ മുമ്പാകെ. എന്നാൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും പ്രാർത്ഥിക്കണം. നാം പാട്ടിൽ കേട്ടതുപോലെ ബലം നൽകുവാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നുള്ള ആ വചനവും എല്ലാവരുടെയും പ്രാർത്ഥനയുമാണ് എനിക്ക് ധൈര്യം നൽകുന്നത്. തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് മർക്കോസ് എഴുതിയ സുവിശേഷം 10ാം അധ്യായം 46ഉം 47ഉം വാക്യം വായിക്കാം. മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 46 and 47. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്നും പുറപ്പെടുമ്പോൾ തീമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഇവിടെ ബർത്തിമായും യേശു ക്രിസ്തുവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, ഒരു എൻകൗണ്ടർ ആണ് നാം ഇവിടെ കാണുന്നത്. നമുക്ക് ഈ സംഭവം നല്ലതായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. യേശു കർത്താവും ശിഷ്യന്മാരും വളരെ ജനങ്ങളും ചേർന്ന് യെരുശലേമിലേക്ക് യാത്ര പോവുകയാണ്. ആ വഴിമധ്യയാണ് യെരിഹോവിൽ അവർ എത്തിയത്. അവിടെ വഴിയരികെ അനേകം ഭിക്ഷക്കാര് ഇരിക്കുന്നുണ്ട്. അതിൽ ഒരാളാണ് കുരുടനായ ഈ ബർത്തിമായി. ആ ബർത്തിമായിക്ക് കണ്ണ് കാണത്തില്ലല്ലോ. എന്നാൽ യേശു കർത്താവും ഒരു കൂട്ടം കടന്നു പോകുന്ന ഒരു സൗണ്ട് അവന്റെ കാതിൽ കേട്ടു. അവന് കണ്ണ് കാണുന്നില്ലെങ്കിലും അവൻ പരിസര ബോധമുള്ളവനായിരുന്നു. അവൻ ശ്രദ്ധിച്ചു. അപ്പോൾ അവൻ ചോദിച്ചു, ആ സൗണ്ട് എന്താണ് എന്നത്. അപ്പോൾ യേശു കർത്താവ് കടന്നു പോകുന്നതായിട്ട് അവന് മനസ്സിലായി. അപ്പോ അവന്റെ ശ്രദ്ധ പരിസരബോധമുള്ള ഒരു ബർത്തിമായിയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിച്ചത്. രണ്ടാമതായി അവൻ ഈ ബർത്തിമായി സൗണ്ട് കേട്ട ഉടനെ അത് ആരാണെന്ന് അവൻ തിരക്കി. അപ്പോൾ യേശു കർത്താവ് നസ്രായനായ യേശു
ആണ് കടന്നു പോകുന്നത് എന്ന് അവൻ കേട്ടിട്ട് അവൻ ഉറക്കെ നിലവിളിക്കുകയാണ്, യേശു കർത്താവേ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ഈ യേശു രക്ഷകനാണ്. യേശുവേ, രക്ഷക, ദാവീദിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ഈ ബർത്തിമായി യേശു കർത്താവിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അല്ലെങ്കിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഈ ബർത്തിമായിക്ക് ഉണ്ടായിരുന്നു. യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം. യഹൂദന്മാരുടെ മധ്യത്തില് യേശു മശിഹയാണ്, ദൈവപുത്രനാണെന്ന് സത്യമായിട്ട് അവിടെ ഭയപ്പെടാതെ വിളിച്ചു പറയുന്ന ബർത്തിമായിയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഒന്നാമത് പരിസരബോധമുള്ള ബർത്തിമായി. രണ്ടാമതായി യേശു കർത്താവിനെ കുറിച്ച് നല്ല ഒരു പരിജ്ഞാനമുള്ള ബർത്തിമായിയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. മൂന്നാമതായി അവൻ യേശു കർത്താവ് എന്ന് അറിഞ്ഞ ഉടനെ വിളിച്ചപേക്ഷിക്കുകയാണ്, ഉച്ചത്തിൽ വിളിക്കുകയാണ്. അത് കേട്ട് അവിടെ മുമ്പിൽ നടന്നു പോകുന്നവരും എല്ലാം അവനെ തടസ്സം ചെയ്തു, അവനെ ശാസിച്ചു. യേശു കർത്താവ് പെസഹായ്ക്കായിട്ട് യാത്ര പോവുകയാണ്, അതിനൊരു തടസ്സം വരുത് എന്ന് കരുതി അവർ വന്ന് ഈ ബർത്തിമായിയെ തടഞ്ഞു, പിന്മാറ്റുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ബർത്തിമായി പിന്മാറിയില്ല. അവൻ അധികം ഉച്ചത്തിൽ നിലവിളിക്കുകയായിരുന്നു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറയുന്നു. ഏറ്റവും അധികം അല്ലെങ്കിൽ ഉറക്കെ നിലവിളിക്കുവാനായിട്ട് അവന്റെ ഭാരം എന്തായിരുന്നു? അവന് കണ്ണ് കാണത്തില്ലായിരുന്നു. ഈ ലോകത്തിലെ ഇരുട്ടിൽ അവൻ വസിക്കുകയായിരുന്നു. അവന് വെളിച്ചം വേണം. അവന് അടിമത്തത്തിൽ നിന്ന് അവനൊന്ന് സ്വതന്ത്രനാകണം. അവൻ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കരുത്. അവന് ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. അത്രയ്ക്ക് കഠിനമായ അല്ലെങ്കിൽ വലിയ ഒരു ആഗ്രഹമായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാ പ്രതികൂലങ്ങളെയും തടസ്സങ്ങളെയും അവൻ നേരിട്ടു. അവൻ അതിൽ നിന്നും പിന്മാറാതെ, അവർ തടസ്സപ്പെടുത്തിയതിൽ നിന്നും പിന്മാറാതെ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. ആ വിളിക്കുമ്പോൾ യേശു കർത്താവ് അവന്റെ വിളി കേട്ടു. യേശു കർത്താവ് നിന്നു. യേശു കർത്താവ് അവനെ വിളിച്ചു. യേശു കർത്താവ് കേട്ടു, നിന്നു, അവനെ വിളിച്ചു. അവനെ വിളിച്ചപ്പോൾ അവന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതിന്റെ 50-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, യേശു കർത്താവ് അവനെ വിളിച്ചു, അവൻ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്മാറാത്ത ഒരു ബർത്തിമായി. അതേപോലെ ബൈബിളിൽ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്മാറാത്ത 2 ഉദാഹരണം നമുക്ക് നോക്കാം. ഒന്ന് മോർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ യഹൂദ ജനങ്ങളെ നശിപ്പിക്കും എന്നുള്ള ആ കൽപ്പന കേട്ടിട്ട് മോർദെഖായി രട്ടെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കൂടാതെ എസ്തേറിനെ വിവരമറിയിച്ചു. എന്നാൽ എസ്തേറിന് രാജാവിന്റെ സന്നിധിയിൽ വരുവാനുള്ള അനുവാദമില്ലായിരുന്നു. ആ വിഷയം കേട്ടിട്ട് മോർദെഖായി പിന്മാറിയില്ല. പിന്നെയും മോർദെഖായി എന്താണ് എസ്തേറിനോട് പറഞ്ഞത്? എസ്തേർ 4:14 നാം കാണുന്നുണ്ട്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാവും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോവും. അപ്പം ആ വാക്ക് കേട്ടപ്പോൾ എസ്തേറിന് പ്രോത്സാഹനവും ധൈര്യവും ലഭിച്ചു. മോർദെഖായി പിന്മാറാതെ എസ്തേറിനോട് അപേക്ഷിക്കുകയും അങ്ങനെ എസ്തേർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് രാജാവിനോട് ആ കാര്യം അറിയിച്ച് യഹൂദ ജനങ്ങളുടെ മരണത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിച്ചു. നാം മോശയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, മോശ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തി 40 വർഷക്കാലം എന്തെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയി.
അപ്പോഴെല്ലാം മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത്രയും തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഈ ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ്, അവർക്ക് ഇറച്ചി വേണം, ഭക്ഷണം വേണം, വെള്ളം വേണം, അങ്ങനെ ഓരോ കാര്യത്തിനും അവര് പറയുമ്പോൾ എല്ലാം മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യുദ്ധങ്ങളുടെ സമയത്ത് എല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ട് അവിടെ നിന്ന് നടത്തി. മോശ സീനായി മലയിൽ ദൈവത്തോട് കൂടെ 40 ദിവസം ആയിരുന്നു. യേശു കർത്താവ് തന്റെ കൈവിരലുകളാൽ എഴുതിയ കൽപ്പനകൾ മോശയുടെ കയ്യിൽ കൊടുത്തു. ആ കൽപ്പനയുമായി മോശ താഴെ വരുമ്പോൾ അവിടെ നടന്നത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവർ ആരാധിക്കുന്നതും പോഷിക്കുന്നതുമാണ്. മോശയ്ക്കും കോപമുണ്ടായി, യേശു കർത്താവിനും യഹോവയ്ക്കും കോപമുണ്ടായി. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കുവാൻ പോവുകയാണ്. ഇത് മോശയോട് ദൈവം ആലോചിക്കുകയാണ്. ഞാൻ പറയുകയാണ്, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കുവാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ്? മോശ ഈ ജനത്തെ വളരെ അത്ഭുതകരമായിട്ട് നടത്തി. ഓരോ സമയത്തും അവർക്ക് വേണ്ടിയിട്ട് ഈ മോശ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ മോശയ്ക്ക് ദൈവം ഒരു ഓഫർ കൊടുത്തു. എന്താണത്? നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. പുറപ്പാട് എക്സോഡസ് 32 വേഴ്സ് 9 and 10 അവിടെ കാണുന്നുണ്ട്. ഞാൻ നിന്നെ, ഈ ജനത്തെ നശിപ്പിച്ചാലും ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. മോശ ആ ഓഫർ എടുത്തില്ല. മോശ ദൈവത്തോട് അപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു, അപേക്ഷിക്കുകയായിരുന്നു. ദൈവമേ, നീ ഭുജബലം കൊണ്ടും ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്നും ഈ ഇസ്രായേൽ മക്കളെ നടത്തി മരുഭൂമിയില് നടത്തിക്കൊണ്ടുവന്ന ദൈവമേ, ഈ ജനങ്ങളെ നീ ഇവിടെ വെച്ച് പാതിയിൽ നശിപ്പിക്കല്ലേ. അത് മിസ്രൈമിൽ ജനങ്ങൾക്ക് പരിഹസിക്കുവാനിടയായി തീരും. ദൈവത്തിന് അത് അസാധ്യമല്ല എന്നവർ കരുതും. അതുകൊണ്ട് അവരെ നശിപ്പിക്കരുതേ എന്ന് ഈ മോശ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം മോശയുടെ പ്രാർത്ഥന, അപേക്ഷ കേട്ടു, അനുദപിച്ചു. അതേപോലെ പിന്മാറാത്ത മനസ്സുള്ള ഒരു മോശയെ നാം കണ്ടു. പിന്മാറാത്ത മനസ്സുള്ള ഒരു മൊർദെഖായിയെ കണ്ടു. പിന്മാറാത്ത മനസ്സുള്ള ഒരു ബർത്തിമായിയെ നാം ഇവിടെ കണ്ടു. ബർത്തിമായി പിന്നീട് എന്താണ് ചെയ്തത്? യേശു കർത്താവ് അവനെ വിളിച്ചു. യേശു കർത്താവ് അവനെ വിളിച്ചപ്പോൾ അവന്റെ പ്രകടനം എങ്ങനെയായിരുന്നു? അവന്റെ ഹൃദയത്തിൽ എത്രയോ ഒരു സന്തോഷമായിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ പുതപ്പ് ഇട്ടും കളഞ്ഞ്, നാം വായിച്ചതുപോലെ പുതപ്പും ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റു. ഒരു കുരുടനായ ഭിക്ഷക്കാരന്റെ ഐഡന്റിറ്റിയാണ് ആ പുതപ്പ്. ആ പുതപ്പാണ് അവന് അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നതിനുള്ള ഒരു ഐഡന്റിറ്റി അവർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ യേശു കർത്താവിന്റെ ആ വിളി കേട്ട ഉടനെ അവന്റെ ജീവിതമാർഗം എല്ലാം ഉപേക്ഷിച്ച് അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. ആ വിളി കേൾക്കൊട്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ച്, യേശു കർത്താവിനാൽ സാധിക്കും ഈ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് തന്നെ കൊണ്ടുവരുവാൻ യേശു കർത്താവിന് സാധിക്കും എന്നുള്ള ആ വിശ്വാസത്തിന്റെ പ്രകടനമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവൻ ആ പുതപ്പ് അവിടെ ഇട്ടും വച്ച് യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. അവന് അറിയാം, ഈ യേശു കർത്താവ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും കഴിവുള്ളവനാണെന്ന് അവൻ കണ്ടിട്ടില്ലേലും അവന്റെ ഹൃദയ കണ്ണുകളാൽ അവൻ കണ്ടിട്ടുണ്ട്, അവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ തൻ്റെ ഈ അസുഖത്തിൽ നിന്നും അവന് ഒരു വിടുതൽ ലഭിക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ള ആ പൂർണ്ണ വിശ്വാസമാണ് അവനെ ആ പുതപ്പ് അവിടെ ഇട്ടിട്ട് ചെല്ലുവാൻ ഇടയാകിയത്. ഇത് യേശു കർത്താവ് ഇത് കണ്ടിട്ട് അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? മാർക്ക് 10:51 യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റെബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു കർത്താവിന്റെ ആ ചോദ്യമാണ്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം. എത്ര ആശ്വാസകരമായ ഒരു സമീപനമാണത്.
അവന്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളുവാൻ തക്കവണ്ണം, അവൻ അത്രയ്ക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ചോദ്യമായിരുന്നു അത്, ആ സമീപനമായിരുന്നു അത്. പ്രിയ സഹോദരിമാരെ, നമ്മുടെ സമീപനം മറ്റുള്ളവരോട് എങ്ങനെയാണ്? അവരെ മുറിപ്പെടുത്തുന്ന രീതിയിലാണോ? ഇല്ലേല് അവർക്ക് ജീവിക്കുവാൻ കരുത്തു കൊടുക്കുന്ന രീതിയിലാണോ? യേശു കർത്താവിന്റെ ചോദ്യം, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? അപ്പോൾ അവന്റെ ഉത്തരം എന്തായിരുന്നു? റെബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവന്റെ ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു അവന് ഒരു കാഴ്ച ലഭിക്കണം എന്നുള്ളത്. അത് അവൻ യേശു കർത്താവിനോട് പറഞ്ഞു. അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്യുവാൻ കഴിവുള്ള യേശു കർത്താവിന് അവനെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് അവന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് നാം ഇവിടെ കാണുന്നത്. അവൻ സകലവും ഉപേക്ഷിച്ച് യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. എന്നാൽ ഈ ബർത്തിമായിക്ക് അവന്റെ വിശ്വാസത്തിൽ യേശു കർത്താവിനോടുള്ള വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ അവൻ ഇവിടെ തെളിയിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ അവന്റെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവന്റെ വിശ്വാസം കണ്ടിട്ട് ദൈവം അവനെ രക്ഷിച്ചു. അവന് രക്ഷ അവിടെ ലഭിച്ചതായിട്ട്, അവന് സൗഖ്യം ലഭിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ഇവിടെ അവന് സൗഖ്യം ലഭിച്ചപ്പോൾ അവൻ അടുത്തതായിട്ട് എന്താണ് ചെയ്തത്? നമുക്ക് ഇതേ സംഭവം തന്നെ നാം ലൂക്കോസ് വിശേഷം 18-35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നുണ്ട്. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 35-43. അതിലെ ലാസ്റ്റ് വേഴ്സ് 43. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ഇവിടെ അവന് കാഴ്ച പ്രാപിച്ച ഉടനെ അവൻ യേശു കർത്താവിന് നന്ദി പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നന്ദി കേട്ട ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ബർത്തിമായി യേശു കർത്താവിന് നന്ദി അറിയിക്കുന്നതായിട്ട് നാം കാണുന്നു. പിന്നീട് കാണുന്നത്, അവൻ ഈ ലോകത്തിലെ കാഴ്ചകൾ, അവന് കാഴ്ച ലഭിച്ചല്ലോ എന്ന് കരുതി ഈ ലോകത്തിലെ കാഴ്ചകൾ കാണുവാൻ അവൻ ഓടുകയല്ലായിരുന്നു. പിന്നെ അവൻ എന്താണ് ചെയ്തത്? ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അവിടെ കൂടിയിരുന്നവരും ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. കൂടാതെ അവൻ അടുത്തതായിട്ട് എന്താണ് ചെയ്തത്? അവന് ഈ ലോകത്തിലേക്ക് അവൻ ഓടിപ്പോയില്ല. ഈ ലോകത്തിലെ കാഴ്ചകൾ കാണുവാൻ അവൻ ഓടിയില്ല. അവൻ ഓടിയത് എങ്ങോട്ടാണ്? അവനെ അനുഗമിച്ചു. ദൈവത്തെ അനുഗമിച്ച, ദൈവത്തിന്റെ ശിഷ്യത്വം ഏറ്റെടുത്ത ഈ ബർത്തിമായിയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ബർത്തിമായിയുടെ ജീവിതത്തില് നമുക്ക് കാണുവാൻ സാധിച്ച ആ വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിച്ച ആ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമതായി, ബർത്തിമായി പരിസരബോധം ഉള്ളവനായിരുന്നു. അവൻ എന്താണ് നടക്കുന്നതെന്ന് അവൻ കണ്ടില്ലേലും അവൻ കേട്ടു, അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു. രണ്ടാമതായി, അവൻ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. നമ്മുടെയും ഓരോ ആവശ്യങ്ങളുടെ മധ്യത്തിലും നാം ദൈവത്തോട് ഉറക്കെ നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കണം എന്നുള്ള ആ വിശ്വാസത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു. ഇവിടെ ബർത്തിമായി അവിടെ ഉറക്കെ നിലവിളിക്കുന്നതായി കാണുന്നു. മൂന്നാമതായി, ബർത്തിമായി തളരാതെ പിന്മാറാത്ത ഒരു മനസ്സുള്ളവരായിരുന്നു. നമ്മുടെയും ജീവിതത്തില് പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ അനേകം നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ നാം പിന്മാറാതെ ആ മോശയെ പോലെ, മോർദെഖായിയെ പോലെ, ഈ ബർത്തിമായിയെ പോലെ പിന്മാറാതെ വീണ്ടും വീണ്ടും ദൈവത്തോട് അടുക്കുക, ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ അറിയിക്കുക. അപ്പോൾ ദൈവം അതിന് പരിഹാരം നമുക്ക് നൽകും. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം, സത്യമായി ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. നാലാമതായി, യേശു കർത്താവിന്റെ ആ വിളി കേട്ട് അവൻ സകലവും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ അടുത്തിലേക്ക് ഓടുന്നു. ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന്റെ അടുത്തിലേക്ക് ചെല്ലുവാനായിട്ടുള്ള ആ വാഞ്ച,
ദൈവത്തോട് കൂടെ ഇരുന്ന് ദൈവത്തോട് കൂടെ നടക്കുവാനുള്ള ഒരു വാഞ്ച നമുക്കുണ്ടായിരിക്കണം. കൂടാതെ വിശ്വാസവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ഉള്ള ബർത്തിമായി. ആ ബർത്തിമായിയുടെ വിശ്വാസമാണ് അവന് സൗഖ്യം പ്രാപിക്കുവാനിടയായത്. നാം ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് കൃപ നൽകട്ടെ. ആ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. നമ്മളുടെ വിശ്വാസം പ്രവൃത്തിയുള്ളതായിരിക്കുവാനായിട്ട് വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കണ്ണുനീര് ദൈവം കാണും. ആ ബർത്തിമായിക്ക് അത്രയ്ക്ക് വാഞ്ചയോടെ അവൻ സകലവും അവൻ ഉപേക്ഷിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവസന്നിധിയിൽ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് അടുക്കുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അവന് വാഞ്ചയുണ്ടായിരുന്നു. നാം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് ഒരു ധനവാനായ പ്രമാണിയെ കാണുന്നുണ്ട്. അവനും നിത്യജീവൻ പ്രാപിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവനുള്ള സ്വത്തുക്കളെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിദുഃഖിതനായി മടങ്ങിപ്പോയി എന്നാണ് നാം കാണുന്നത്. ഇവിടെ ഈ ബർത്തിമായി അവന്റെ ആ ചെറിയ വരുമാനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് അവൻ വിട്ടിട്ട് യേശു കർത്താവിന്റെ അടുക്കലേക്ക് യേശു വിളിച്ചപ്പോൾ അവൻ ഓടിയെത്തി. സകലവും ഉപേക്ഷിച്ചിട്ട് അവൻ ദൈവത്തിന്റെ അടുത്തിലേക്ക് എത്തി. കൂടാതെ നമ്മൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഉത്തരമരുളുമ്പോൾ നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നാം ഒരിക്കലും ഈ ലോകത്തിലെ പോലെ നന്ദികേട് കാണിക്കാതെ ദൈവത്തോട് നന്ദി കാണിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ അനുഗമിക്കുക. സകലവും വിട്ട് അനുഗമിച്ചു ബർത്തിമായി. നമ്മെ ദൈവം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് നമ്മെ അവിടുത്തെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ പാപാവസ്ഥയിൽ ഇരിക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുവാൻ ഈ ബർത്തിമായി ചെയ്തതുപോലെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ വേണ്ടി യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ യേശു കർത്താവിന്റെ മക്കളായി തീരുക. കൂടാതെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്നും നമ്മളെ വിളിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന നമ്മൾ ഓരോരുത്തരും ആ യേശു കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നവരായും ദൈവത്തിനോട് ചേർന്ന് ദൈവത്തെ അനുഗമിക്കുന്നവരായും തീരുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ബർത്തിമായിയെ പോലെ പിന്മാറാത്ത ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തില് പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്മാറാതെ ഒരു പരിസരബോധം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നാം കൂടുതലായി ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും അവസരം കണ്ടെത്തുവാൻ തക്കവണ്ണം കൂടുതൽ അറിയുവാൻ തക്കവണ്ണം ഓരോ ദിവസവും പുതിയ കൃപകൾ പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം, കൂടാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തില് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഒരു ജ്യോതിസിനെ പോലെ പ്രകാശിപ്പാൻ തക്കവണ്ണം, വെളിച്ചത്തിൽ ഉള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം, അന്ധകാരത്തിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മാൽ ആവത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ഷീബ സിസ്റ്ററിനോടും പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേൾഡ് അഡ്മിൻസിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.